ദേ ആ പോകുന്ന ആളുടെ വീട്ടിലാണ് ഇന്നലെ കള്ളം കയറിയത്. ഇത് നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? He is the one whose house was looted yesterday. He is the one whose house was looted yesterday. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്ര എളുപ്പത്തിൽ നമ്മൾ ഫോം ചെയ്ത ഒരു സെന്റൻസ് അല്ല, പക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സെന്റൻസും കൂടിയാണ്. അപ്പൊ ഇതുപോലുള്ള സെന്റൻസസ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? That is what we are going to discuss today. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. So we can form these kind of sentences with the help of relative pronouns. Relative pronoun എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സെന്റൻസസ് ഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ഈ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. അതിന് മുന്നേ വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ഈ സെന്റൻസിൽ ഹീ ഈസ് ദ വൺ ഹൂസ് ഹൗസ് വാസ് ലൂട്ടഡ് യെസ്റ്റർഡേ എന്ന് പറയുന്ന സെന്റൻസിൽ നമ്മൾ അവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ആ ഹീ എന്ന് പറയുന്ന ആള് ആരാ ആള് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വീട്ടിൽ കള്ളം കയറിയത്, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലാണ് കള്ളം കയറിയത്. അപ്പൊ അയാളെ കുറിച്ച് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കണം. അവിടെ ഒരു ഫ്രേസ് വരുന്നുണ്ട്, ഹൂസ് ഹൗസ് വാസ് ലൂട്ടഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരാളെ കുറിച്ച് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ആ ഹൂസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് പറയുമ്പോൾ ആ ഒരു സെക്കൻഡ് വരുന്ന സെന്റൻസിനെയാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് നമ്മൾ പറയാം. ഒരാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ ഒരു സാധനത്തിനെ കുറിച്ചിട്ടോ അഡീഷണൽ ആയിട്ട് ഇതുപോലെ നമ്മൾ ഒരു സെന്റൻസിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ഫ്രേസിനെയാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാം. അയാളെ മെൻഷൻ ചെയ്യാതെ അയാളെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാണ്. ഓക്കെ, സോ ആ ക്ലോസുകളെ നമുക്ക് ഈ മെയിൻ സെന്റൻസിൽ കണക്ട് ചെയ്യണ്ടേ. ഇപ്പൊ ഹീസ് ദ വൺ എന്നുള്ളതിനോട് കണക്ട് ചെയ്യണ്ടേ. ആ കണക്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഹൂസ് ആണ് യൂസ് ചെയ്തത്. ആ ഹൂസ് എന്ന് പറയുന്ന വേർഡ് അവിടെ എന്താ? റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഇതേപോലെ ഒരു സെറ്റ് ഓഫ് റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള കുറേ സെന്റൻസസ് ഫോം ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഹൂ. യെസ്, ഹൂ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ. ഒരു 2 more examples I will tell you, and that is she is the one who got first rank in the civil service exam. A civil service examലെ ആ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാ പോകുന്നത്. Usually we say like this. So അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? She is the one who got first rank in the civil service exam. She is the one. അതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? അവളെ കുറിച്ച് എന്താ കൂടുതൽ ഇൻഫർമേഷൻ? Who ആ വേർഡ് യൂസ് ചെയ്തു, got first rank in the civil service examination. Okay, then വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ this is the restaurant where we had dinner last night. ഒരു എക്സാമ്പിളും കൂടെ നോക്കിയാലോ. നിന്നെ വിളിച്ച ആള് ദേ പുറത്ത് നിൽക്കുന്നുണ്ട്. നിന്നെ വിളിച്ച ആ ആള് ദേ പുറത്ത് നിൽപ്പുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? The person who called you is waiting outside. The person who called you is waiting outside. സോ എങ്ങനെയാണ് നമുക്ക് ഹൂ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? Now let's move on to the next relative pronoun. ഇനി അടുത്ത ഒരു റിലേറ്റീവ് പ്രൊനൗൺ നോക്കാം. അടുത്ത റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് whom ആണ്. WHOM, whom നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി whom വെച്ച് നമുക്ക് എങ്ങനെ സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് he is the one whom I met yesterday. ഇന്നലെ ഞാൻ കണ്ട ആ ആള് ദേ അവനാണ്. He is the one whom I met yesterday. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ കണ്ട ആ ഫ്രണ്ട് ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ കണ്ട ആള് അല്ലെങ്കിൽ കണ്ട ഫ്രണ്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. The friend whom I met yesterday is coming over today. The friend whom I met yesterday is coming over today. Clear? Next relative pronoun എന്ന് പറയുന്നത് whose ആണ്. whose എന്ന് പറയുമ്പം ആരുടെയാണോ. whose എന്ന് പറഞ്ഞാൽ ആരുടെയാണോ എന്ന മീനിങ് ആണ് വരുന്നത്. So let's have a look at some of the examples using this word whose. So the first one is she is the one whose bike was stolen. ദേ അവളുടെ ബൈക്കാണ് ഇന്നലെ കളവ് പോയത്. അല്ലെങ്കിൽ bicycle also, we use bike for bicycle also. So she is the one whose bike was or bicycle was stolen yesterday. ആരുടെ ബൈക്കാണോ ഇന്നലെ കളവ് പോയത് ആ ആളാണിത്. ആരുടെയാണോ, that's the meaning. Now let's look at another example. That is he is the one whose dog barked all night. He is the one whose dog barked all night, which means ഇന്നലെ മൊത്തം കിടന്ന് കുറച്ചുകൊണ്ടിരുന്നത് അയാളുടെ പട്ടിയാണ്. നമ്മൾ യൂഷ്വലി പറയില്ല ഇന്നലെ എവിടെന്നാ ഇങ്ങനെ ഒരു പട്ടി ഒരിക്കുന്ന ഒച്ച കേട്ടെ. സോ യു ആർ സെയിങ് ദേ ആ പോണ ആളുടെ പട്ടിയാണ് ഇന്നലെ രാത്രി മൊത്തം
മൊത്തം കുറച്ചുകൊണ്ടിരുന്നത്. സോ ഹീ ഈസ് ദ വൺ ഹൂസ് ഡോഗ് ബാർക്ക്ഡ് ഓൾ നൈറ്റ്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് relative pronoun, that is where. W-H-E-R-E, where. So where വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ is എവിടെയാണോ എന്നുള്ള അർത്ഥമാണ് where യൂസ് ചെയ്യുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് എവിടെയാണോ. സോ യു ക്യാൻ യൂസ് ദിസ് വൺ ആസ് ആൻ എക്സാമ്പിൾ. ആ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ദാറ്റ് ഈസ് ദ റെസ്റ്റോറൻറ്റ് where we had dinner last night. That is the restaurant where we had dinner last night. ആ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നുണ്ട് എവിടെ വെച്ചിട്ടാണോ നമ്മൾ ഡിന്നർ കഴിച്ചത് അല്ലെങ്കിൽ എവിടെയാണോ ഡിന്നർ കഴിച്ചത്. Where we had dinner last night. Okay? And another example would be, this is the place where we used to hang out during our childhood. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ എപ്പോഴും ഹാങ് ഔട്ട് ചെയ്തിരുന്നത്, എപ്പോഴും പോയിരുന്നത് ഈ സ്ഥലത്താണ്. ഒരു സ്ഥലം കാണിച്ചിട്ട് നമ്മൾ പറയാം നമ്മൾ നാട്ടിലേക്കൊക്കെ കുറേ വർഷത്തിന് ശേഷം പുറത്തുനിന്നൊക്കെ ഉള്ള ആളുകളാണെന്ന് വെക്കും, തിരിച്ചു പോവാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരു ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇതിവിടെയാണ് ഞങ്ങൾ എപ്പോഴും കുട്ടിക്കാലത്ത് ഹാങ് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നത്. എവിടെയാണോ എന്നർത്ഥമാണ്. സോ ദിസ് ഇസ് ദ പ്ലേസ് where we used to hang out during our childhood. ഈ നെക്സ്റ്റ് 2 റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്. രണ്ട് പേരും നമ്മൾ ഒരു തിങ്ങിനെ സൂചിപ്പിക്കാൻ, ഒരു സാധനത്തിനെ സൂചിപ്പിക്കാൻ എന്നുള്ള നിലയിലാണ് യൂസ് ചെയ്യാറ്. ദാറ്റ് ഈസ് വിച്ച് ആൻഡ് ദാറ്റ്. വിച്ചും ദാറ്റും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് വൺ എക്സാമ്പിൾ യൂസിങ് ദാറ്റ്. ദ ഹൗസ് ദാറ്റ് വി റെന്റഡ് ഇസ് ക്വൈറ്റ് സ്പേഷ്യസ്. ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടേ നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ്, നല്ല സ്പേഷ്യസ് ആണെന്ന് പറയാം. The house that we rented is quite spacious. Next one is which. Which വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, the movie which we watched last night was amazing. The movie which we watched last night was amazing. ഞങ്ങൾ ഇന്നലെ കണ്ട മൂവി അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ട മൂവി അടിപൊളിയായിരുന്നു. സോ ഏത് മൂവിയാണോ കണ്ടത് ആ മൂവി അടിപൊളിയായിരുന്നു. സോ അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാനായിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, വിച്ച് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള റിലേറ്റീവ് പ്രൊനൗൺസ്. ഹൂ, ഹൂം, ഹൂസ്, ദെൻ വെയർ, ദാറ്റ് ആൻഡ് വിച്ച്. ഈ പറയുന്ന 6 റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം. അതിനെ നമ്മൾ ഇതിലോട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ മാൻ ഹൂ ഐ സോ അല്ലെങ്കിൽ ഹൂം ഐ മെറ്റ് യെസ്റ്റർഡേ കെയിം ഹിയർ ടുഡേ. ആ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ. Is it clear? So I hope you have understood the uses of relative pronouns now. So നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് ഏതൊക്കെ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ് എന്നുള്ളതാണ്. ആരൊക്കെയായിരുന്നു? ഹൂ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹൂം, ദെൻ ഹൂസ്, പിന്നെ ഏതായിരുന്നു? വെയർ, ദെൻ ദാറ്റ് ആൻഡ് വിച്ച്. ഇനി എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മലയാളം യൂഷ്വലി നമ്മൾ അങ്ങനെ മലയാളം യൂസ് ചെയ്ത് പറയരുത്, പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് ഹൂ എന്ന് പറയുമ്പോൾ ആര്, ആരാണോ എന്ന സെൻസാണ്. ഹൂസ് എന്ന് പറയുമ്പോൾ ആരുടെയാണോ. ഓക്കെ, ഷീ ഈസ് ദ വൺ ഹൂസ് വാലറ്റ് വാസ് സ്റ്റോളൻ. അവളുടെ വാലറ്റാണ് കളവ് പോയത്, അല്ലെങ്കിൽ ആരുടെയാണോ എന്ന സെൻസാണ് ഹൂസ് എന്ന് പറയുമ്പോൾ. ഹൂം എന്ന് പറയുമ്പോൾ ആരെയാണോ, ആരെയാണോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹീ ഈസ് ദ വൺ ഹൂം ഐ മെറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കണ്ടത് ആരെയാണോ ആ ആളാണത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് വിച്ച്. വിച്ച് എന്ന് പറയുമ്പോൾ ഏതാണോ. ദ മൂവി വിച്ച് വി വാച്ച് ലാസ്റ്റ് നൈറ്റ് വാസ് അമേസിങ്. നമ്മൾ ഇന്നലെ കണ്ടത് ഏത് മൂവിയാണോ ആ മൂവി അടിപൊളിയായിരുന്നു. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ്. ദാറ്റ് യൂസ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ ഒരു തിങ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാനാണ്. സോ ദ ഹൗസ് ദാറ്റ് വി റെന്റഡ് വാസ് ഓർ ഇറ്റ് ഈസ് ക്വൈറ്റ് സ്പേഷ്യസ്. നമ്മൾ റെന്റ് ചെയ്തിരിക്കുന്ന ആ വീട് ഏതാണോ ആ വീട് നല്ല സ്പേഷ്യസ് ആണ്. Then the next one is where. That is the restaurant where we had dinner last night. എവിടെയാണോ അല്ലെങ്കിൽ എവിടെ വെച്ചാണോ. That is the meaning of where. Clear അല്ലേ? സോ ഇപ്പം നമ്മൾ ഭയങ്കര കോംപ്ലെക്സ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് വളരെ എളുപ്പത്തിൽ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട്
നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യാനാ, എൻ്റെ ലാംഗ്വേജിൽ തോന്നുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് ഹൗസിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടെ നിങ്ങൾ ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ജോബ് ചെയ്യുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. 24/7 നമ്മളുടെ ട്രെയിനേഴ്സിൻ്റെ സർവീസ് അല്ലെങ്കിൽ ഹെൽപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ. English House. English at your fingertips.